CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇഡി വീണ്ടും വിളിപ്പിച്ചേക്കും. വീണയുടെ മറുപടി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തീരുമാനം. ഇന്നലെ 8 മണിക്കൂറിലധികം ഇഡി വീണയെ ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലേക്ക് പോകാം. മുഹമ്മദ് സ്വാലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്വാലി, അപ്പോൾ ഇന്നലെ 8 മണിക്കൂർ ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും ആ ഉത്തരങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഒരുപക്ഷെ വീണ്ടും വിളിപ്പിക്കേണ്ടതിന്റെ ഒരു സാഹചര്യം കൂടിയാണ് ഇഡി നിലവിൽ കാണുന്നത്. അതായത് വീണയിൽ നിന്ന് ഇനിയും കൃത്യത വരേണ്ടതുണ്ട് ഈ ഇടപാടുമായി ബന്ധപ്പെട്ടെന്നർത്ഥം. തീർച്ചയായും ജിൽസി, ഈ വീണയടക്കം കേസിലെ എല്ലാവരെയും വീണ്ടും വിളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. കഴിഞ്ഞ ദിവസം ഇഡി വീണയെ ചോദ്യം ചെയ്തപ്പോൾ ഈ ചോദ്യങ്ങൾ എഴുതി നൽകുക, അതിന് ഉത്തരം എഴുതി നൽകുക എന്ന ശൈലിയാണ് ഇഡി സ്വീകരിച്ചത്. മറ്റ് പ്രതികളെയും ഇതേപോലെ തന്നെയാണ് ഇഡി ചോദ്യം ചെയ്തത്. ഈ ഉത്തരങ്ങളെല്ലാം ഒത്തുനോക്കിയ ശേഷം വീണ്ടും പ്രതികളെ വിളിപ്പിക്കും എന്നതാണ്, നോട്ടീസ് അയച്ച് വിളിപ്പിക്കും എന്നതാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് വീണയെ അടക്കം വീണ്ടും വിളിപ്പിക്കും. അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന SFIO രേഖകൾ, SFIOയുടെ പക്കലുള്ള 132 ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ, അതോടൊപ്പം മറ്റ് ചില രേഖകൾ, റെയ്ഡിലടക്കം കണ്ടെടുത്ത ചില ചെറിയ രേഖകൾ, അതോടൊപ്പം മറ്റു ഈ പ്രതികളുടെ മൊഴികൾ എല്ലാം കണക്കിലെടുത്ത് എല്ലാം വീണ്ടും പരിശോധിച്ച ശേഷം ഇനിയൊരിക്കൽ കൂടി വീണയടക്കം പ്രതികളെ വിളിച്ചു വരുത്തും, നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തും എന്നത് തന്നെയാണ് ഇഡി വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊന്നുള്ളത്, ഇന്നലെ പ്രധാനമായും ഇഡി ചോദിച്ചറിഞ്ഞ ഒരു കാര്യം ഈ CMRLന്റെ കരിമണൽ കമ്പനിയുടെ സഹോദര കമ്പനിയായ എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ ഈ എക്സാലോജിക്, അതായത് വീണയുടെ കമ്പനി വായ്പയെടുത്തുന്നിരുന്നു. ഈ തുകയടക്കം എന്തിനു വിനിയോഗിച്ചു, എന്തിനാണ് ഈ തുക വായ്പ നൽകിയത്, വീണയുടെ സ്വത്തുക്കൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് വിനിമയം ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി ചോദിച്ചറിഞ്ഞത്. എന്തായാലും ഇഡി വീണ്ടും വീണയെ വിളിപ്പിക്കും എന്നതാണ് നമുക്ക് ഈ നിമിഷം പറയാവുന്ന കാര്യം. ജിൽസി. യെസ്.